അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവ്. കഴിഞ്ഞ ദിവസം ഒരു യുവതി വിളിച്ചു. അപ്പോൾ അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞതാണ്. ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തിനേയും മോശമായി ചിത്രീകരിക്കാനൊന്നും അല്ല. അവരനുഭവിച്ച ഒരു അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു അനുഭവം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഇവരുടെ ഉപ്പാക്കും ഉമ്മാക്കും 2 പെൺകുട്ടികളാണ്. മൂത്ത പെൺകുട്ടിയുടെ കല്യാണം വരുന്നത്. അപ്പോൾ മൂത്ത പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് അത്യാവശ്യം കുറച്ച് സ്വർണ്ണങ്ങളും കാര്യങ്ങളും കല്യാണ ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ. വേറെ കുറച്ച് സ്ഥലം വിൽക്കണം എന്നുള്ളൊരു പ്ലാൻ ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കുള്ളത് 2 പെൺകുട്ടികളാണ്. അങ്ങനെയാണ് ഈ ഉപ്പ മരണപ്പെട്ടു. ഉപ്പ മരണപ്പെട്ട സമയത്ത് നിയമപ്രകാരം ഈ ഉപ്പയുടെ സ്വത്തുക്കൾ ഈ 2 മക്കൾക്കും ഭാര്യയ്ക്കും മാത്രമായിട്ട് നിൽക്കില്ല. ഈ ആളുടെ സഹോദരങ്ങൾക്ക് കൂടി പോകും. അപ്പോൾ ആ സഹോദരങ്ങളാണെങ്കിൽ ഒരിക്കൽ പോലും ആ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ, വാക്കാൽ സഹായങ്ങളില്ല, ശരീരം കൊണ്ട് സഹായമില്ല, സാമ്പത്തികമായിട്ട് തീരെയില്ല. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് പെൺകുട്ടികൾക്കും ഉമ്മാക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വത്ത് ആർക്ക് പോവാണ്? സഹോദരങ്ങൾക്ക് പോവാണ്. അങ്ങനെ അവർ ആ സ്വത്തിന് വേണ്ടി വാശി പിടിച്ചത്രേ. അതായത് ആ സഹോദരങ്ങൾ ആ സ്വത്ത് കിട്ടണം, ഇത് സ്വത്ത് വിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അതോടുകൂടി ആ പാവം ഉമ്മ, ഭർത്താവ് നഷ്ടപ്പെട്ട ആ ഉമ്മ ഈ 2 പെൺകുട്ടികളെയും കൊണ്ട് കല്യാണപ്രായമായി, കല്യാണമൊക്കെ ഏകദേശം ഒരു ധാരണയിലെത്തിയതാണ്. പക്ഷേ ഈ കല്യാണം ഉറപ്പിച്ച് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്വത്ത് വിറ്റിട്ടുള്ള കാശ് കൊണ്ട് ഒരു സ്വർണ്ണം കാര്യങ്ങളൊക്കെ എടുക്കണം. പക്ഷേ അതിന് പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ അവർ പല ഉസ്താദുമാരടുത്തും സമീപിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് സഹോദരങ്ങൾക്ക് സ്വത്ത് പോകും. അപ്പോൾ ഈ ഒരു സ്ത്രീ ചോദിച്ചതാണ്, ഒരു നിലക്കും ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത കൂട്ടക്കാരായിരുന്നു അവർ. ഈ ഒരു സ്വത്ത് വിറ്റിട്ട് വേണം ഈ മക്കളുടെ കല്യാണങ്ങളൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ പിതാവ് അധ്വാനിച്ചുണ്ടാക്കി, അതായത് പരമ്പരാഗതമായിട്ട് കിട്ടിയ സ്വത്തൊന്നുമല്ല എന്ന് മാത്രമല്ല, ആ സ്വത്തിൽ നിന്ന് ഇവർക്ക് വേണ്ടിയിട്ടല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു ഉസ്താദുമാർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ശരീഅത്തിൽ ഇങ്ങനെയാണ് നിയമം എന്ന് പറഞ്ഞിട്ട് ആ സ്വത്ത് അവർക്ക് ഇതാക്കി കൊടുത്തു. അപ്പോൾ ആ വിചാരിച്ച സ്വത്ത് എന്ത് ചെയ്തില്ല, ഇവർക്ക് വിൽക്കാനുള്ളൊരു പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ കുറച്ച് പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയതിന് ശേഷമാണ് ഈ മൂത്ത ആളുടെ കല്യാണം നടന്നത്. അങ്ങനെ മൂത്ത ആളുടെ കല്യാണങ്ങളൊക്കെ നടന്നു. അതിൽ വലിയ കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ ഉപ്പാൻ്റെ സ്വത്ത് എന്തിനാണ് ഈ പെൺകുട്ടികളായതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ആ സ്വത്ത് കിട്ടാതെ പോയത്. ഇപ്പോൾ ഞങ്ങൾ ആ 2 പെൺകുട്ടികൾക്ക് പകരം ഞങ്ങൾ ആൺകുട്ടികളായിരുന്നെങ്കിൽ, വേണ്ട ഒരാൺകുട്ടി അതിലുണ്ടായിരുന്നെങ്കിൽ ഈ സ്വത്ത് ഇങ്ങനെ പോകുമായിരുന്നില്ലല്ലോ. ഇതൊരു വലിയ വിവേചനമല്ലേ, സ്ത്രീകളോട് നൽകുന്നൊരു വിവേചനമല്ലേ എന്നുള്ളതാണ് ആ ഉമ്മ ചോദിക്കുന്നത്. ഞാൻ ഇവരുടെ ഒരു അനുഭവം, വളരെ ഇസ്ലാമികത്തായിട്ട് നടക്കുന്ന മതചിഹ്നങ്ങളോടും മത ആശയങ്ങളോടൊക്കെ വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു വിമൻ തന്നെയാണ് അവർ. പക്ഷെ അവരുടെ ലൈഫിൽ ഒരു വലിയ പ്രയാസമുണ്ടായി. ഉമ്മയും മരണപ്പെട്ടു. ആ ഉമ്മ ഇപ്പോൾ ഈ 2 സഹോദരികൾ മാത്രമാണുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കിട്ടേണ്ടുന്ന സ്വത്തിനേക്കാൾ ഇവരുടെ ഉപ്പാൻ്റെ സ്വത്ത് കൂടുതൽ കിട്ടിയത് ഉപ്പാൻ്റെ സഹോദരനാണ് എന്നുള്ളത് വലിയൊരു വിഷമം. ഈ വീഡിയോ പറയുമ്പോൾ ഏതിനെങ്കിലും സിസ്റ്റത്തോട് എതിരായിട്ടോ ഞാൻ ഇസ്ലാമിക ശരീഅത്തിനെ കളിയാക്കി അത് അങ്ങനെയൊന്നും ആരോപണങ്ങളൊന്നും പറയണ്ട. ഞാൻ ആ പർട്ടിക്കുലർ വ്യക്തിയുടെ അനുഭവമാണ് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞു, നിയമപരമായിട്ട് ആ സഹോദരങ്ങൾക്ക് അവകാശമുണ്ടെങ്കിലും അവർ പറയേണ്ടത് ഞങ്ങൾക്കത് വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ ചില അവകാശങ്ങൾ വെച്ച് കൊടുക്കണം. എന്തിനാണെന്നറിയോ? ചില സാഹചര്യങ്ങളിൽ അവർക്ക് സ്വത്ത് നിയമപരമായിട്ട് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷേ എനിക്കത് കിട്ടാനുള്ള അവകാശമുണ്ടെങ്കിലും ആ 2 പെൺകുട്ടികളെ ഓർത്തിട്ട് ആ സ്വത്ത് നിങ്ങൾക്കുള്ളതാണ് എന്ന് പറയേണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിനപ്പുറത്തേക്ക് വേറെയും ചില ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. നിയമം അനുസരിച്ചിട്ട് സ്ത്രീക്കും പുരുഷനൊക്കെ തുല്യ അവകാശമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഞാനതിൽ വലിയ പണ്ഡിതനോ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ അതിൻ്റെതായ ആളുകൾ സംസാരിക്കട്ടെ. ഇതുപോലെ പല സ്ത്രീകളും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. കാരണം ഞങ്ങൾ സ്ത്രീകളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം മാന്യമായിട്ട് സ്വത്ത് കിട്ടാതിരിക്കാം. സഹോദരന് കിട്ടുന്നതല്ല, ഈ മറ്റൊരിടത്തേക്ക് ഈ മരണപ്പെട്ട ഒരാളുടെ നേരിട്ടുള്ള ആശ്രിതരല്ലാത്ത ഒരാളിലേക്ക് സ്വത്ത് പോയിട്ട് ഇവർ ഈ അർഹരായ ആളുകൾ പട്ടിണിയിലാവുക. ആ സ്ത്രീ പറയുന്നത് ഇതിൽ ഇസ്ലാമിക നിയമങ്ങൾ ആരോ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണ്. ഞങ്ങൾക്ക് ശരിയായിട്ട് വ്യാഖ്യാനിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തിന് ഈ പ്രയാസം വരുമ്പോൾ ഞങ്ങളുടെ ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയൊരു സ്വത്ത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ ദീനല്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. എന്താ നമ്മൾ അവരോട് പറയുക? അവരനുഭവമാണ് പറയണത്. ഒരുപാട് സ്വത്തുക്കളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്വത്ത് ആ ഭാര്യക്കും ആ 2 പെൺകുട്ടികൾക്കും അല്ല കിട്ടുക, പുറത്തുള്ളവർക്ക് കിട്ടരുത് എന്നുള്ളതല്ല. ആൺകുട്ടിയാണെങ്കിൽ ഇവർക്ക് തന്നെ കിട്ടുള്ളൂ. അവിടെയാണ് ഈ വിവേചനമായിട്ട് ഇവർ പറയണത്. അതായത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു ആൺകുട്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബക്കാർക്കൊന്നും വേറെ സ്വത്ത് പോണില്ല. അത് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ ഉമ്മ ആ രീതിയിലുള്ള സർക്കിളിലേക്കാണ് പോണത്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ആ സ്വത്ത് മുഴുവനും ഇങ്ങോട്ട് വരികയും
അത് പെൺകുട്ടിയാണെങ്കിൽ മാത്രം സ്വത്ത് മറ്റൊരിടങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നൊരു സിസ്റ്റം, ഇത് തീർച്ചയായിട്ടും ഒരു വിവേചനമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. പലരും ഇത് കോടതിയിലൊക്കെ പോയിട്ടുണ്ട്. ഇനിയൊരു ഏക സിവിൽ കോഡൊക്കെ വന്നാലേ പരിഹാരമുള്ളൂ എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്നും വലിയ പിടിപാടുള്ള ഒരാളൊന്നല്ല. അനുഭവപ്പെട്ട ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അവർക്ക് അർഹമായ സ്വത്ത് കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോൾ കുറച്ച് പവൻ സ്വർണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് സ്വത്ത് തന്നെ കൊടുക്കാത്തവരുണ്ട്. പലപ്പോഴും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ദുർവ്യാഖ്യാനം നടത്തിയിട്ടോ നടത്തിപ്പുകാർ മോശമായതുകൊണ്ടോ പല സ്ത്രീകൾക്കും വിവേചനങ്ങൾ നേരിടാറുണ്ട്. പുരുഷന്മാർ ഒരു സ്വത്തിൻ്റെ നല്ല സ്ഥലങ്ങളും കണ്ണായ സ്ഥലങ്ങളൊക്കെ അവരെടുക്കും. സ്ത്രീകൾക്കെതിരെ ഒരു മൂല, വഴിയില്ലാത്തത്, കുളവുള്ളത്, ഇതൊക്കെ കൊടുത്തിട്ട് എൻ്റെ കല്യാണത്തിന് അങ്ങനെ തന്നതല്ലേ, മറിച്ചതല്ലേ, മറ്റതല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷയാക്കിയിട്ടുണ്ട് വിടും. എന്നോട് വേറൊരു സ്ത്രീ പറഞ്ഞൊരു അനുഭവമാണ്. ഇങ്ങനെ ഇതുപോലെ അവർക്ക് ആൺകുട്ടികളുണ്ട്, അതായത് മരണപ്പെട്ട ഒരാൾക്ക് ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്. അപ്പോൾ ആൺകുട്ടിയുടെ സ്വത്തിൻ്റെ പകുതിയാണ് ആർക്കുള്ളത്? ഈ പെൺകുട്ടിക്കുള്ളത്. അപ്പോൾ ഈ ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചിട്ട് അത്യാവശ്യം നല്ല വെൽ സെറ്റിൽഡ് ആണ്. ഈ ഒരു സ്ത്രീയുടെ എന്ന് പറഞ്ഞത്, ഈ സ്ത്രീ കല്യാണമൊക്കെ കഴിച്ചു, കല്യാണം കഴിച്ചതിനും വളരെ പാവപ്പെട്ട ഒരാളായിരുന്നു. കാരണം അന്ന് ഇവരെല്ലാവരും പാവങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നീട് സമ്പന്നരായി മാറിയതാണ്. ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് മരിച്ചു, ഇവർക്ക് കുട്ടികളൊന്നുമില്ല. ഇവരങ്ങനെ പിന്നെ കല്യാണമൊന്നും കഴിക്കാതെ ഈ തുന്നലൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഒരു ചെറിയ വീട് അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇവരുടെ ഉപ്പാൻ്റെ സ്വത്ത് വിഹിതം വെക്കുന്ന സമയത്ത് ഈ ഭർത്താവില്ലാത്ത, വിധവയായ, മക്കളില്ലാത്ത, ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന ആ സ്ത്രീക്ക് കുറഞ്ഞ സ്വത്തും മക്കളുള്ള വളരെ സമ്പന്നമായിട്ട് നിൽക്കുന്ന സഹോദരങ്ങൾക്ക് വലിയ സ്വത്തും കൊടുത്തപ്പോൾ ഈ സ്ത്രീ ചോദിച്ചതാണ്, ന്യായമായിട്ട് എനിക്ക് അർഹതപ്പെട്ട എൻ്റെ സഹോദരങ്ങൾക്ക് എന്നതുപോലെ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എനിക്കതൊരുപാട് ഉപകാരപ്പെടില്ലേ? അപ്പോൾ എൻ്റെ മതം, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്കൊരല്പം കുറവ് വരുത്തുന്നൊരു രീതി ഇത് ഇസ്ലാമികമാണോ? അപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഒരു അനീതിയായിട്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ പലയിടത്തും പ്രശ്നം എന്താണ്? ഇത് വ്യാഖ്യാനിച്ച് വെച്ചിട്ട് സ്ത്രീവിരുദ്ധമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പലരുടെയും അനുഭവങ്ങളോടെ പറയുന്നത്. ഇനിയിപ്പോൾ എന്നോട് ഇങ്ങോട്ട് ഞാൻ പറയുന്നു, ഇതൊരു എന്താ പറയുക, ഒരു റിലീജിയൻ സബ്ജക്റ്റ് ആയതുകൊണ്ട്, ശരിയാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇത് പറയുന്ന എന്നോടായിരിക്കും പലർക്കും വിരോധം. എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല. ഓരോരുത്തരോടും നിങ്ങളുടെ അനുഭവം ചോദിച്ചു കഴിഞ്ഞാൽ അവരവർ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളോട് പോകുമ്പോഴാണ് അവരെത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നത് മനസ്സിലാവുക. അപ്പോൾ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വത്തിൻ്റെ കാര്യത്തിൽ അവരോട് വലിയ അനീതി കാട്ടിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യത്തിൽ ഒരാൾ പെൺകുട്ടികളാണെങ്കിൽ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ഉപ്പയുമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ കൊടുക്കണം എന്ന് പറയുന്നത് ഇവരുടെ കൂടി സംരക്ഷണം നോക്കിയിട്ടാണ്. പലപ്പോഴും ആ സംരക്ഷണത്തിൻ്റെ ആവശ്യം വരാറില്ല. കാരണം അന്നത്തെ പഴയ കാലമല്ല ഇന്നത്തെ കാലം. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്തത് എന്ന് കരുതുന്നവരുണ്ട്. ഇസ്ലാമിക നിയമങ്ങളെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ കാലോചിതമായിട്ട് മാറി മാറി വരുന്നത് കാണാം. അതായത് ആദ്യകാലത്ത് ജുമാക്ക് ഒരു ബാങ്ക് ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് 2 ബാങ്ക് ഉണ്ടായി. ഇത് കാലോചിതമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലത്ത് മാറ്റിയതാണ്. ഇത് നമ്മൾ കാണുന്ന മഖാമു ഇബ്രാഹിം കഅബയോട് ചേർന്നിട്ടായിരുന്നു, ദൂരേക്ക് മാറ്റി സ്ഥാപിച്ചതാണ്. അതേപോലെ കള്ള് കുടിച്ചവർക്ക് 40 അടി റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടില്ല, അവനെ ഷോൾ കൊണ്ട് അടിച്ചു. അത് ഉമർ റളിയല്ലാഹു അൻഹു നിയമിച്ചത്. അതേപോലെ തറാവീഹ് 23 റക്അത്ത് സംഘടിതമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയതാണ്. ഇങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾ ഇങ്ങനെ പല രീതിയിലും കാലോചിതമായിട്ട് അതിൻ്റെ അന്തസത്ത കളയാതെ എന്ത് ചെയ്യലുണ്ട്, വ്യാഖ്യാനിച്ചിട്ട്. അതുപോലെ ഖുർആൻ ക്രോഡീകരണം, റസൂലുള്ളാഹിയുടെ കാലത്ത് ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ടോ? അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത്, പിന്നീട് ഒന്നുകൂടി വ്യാപകമായിട്ട് വന്നത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെടുത്ത് നിങ്ങൾ നോക്കി നോക്ക്, ഇതിലൊക്കെ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ. അങ്ങനെ ഇസ്ലാമിക ശൈലിയിൽ മാറ്റാത്ത അള്ളാഹു ഒരുവനാണ്, അതിൽ മാറ്റമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തന്നെയാണ് അന്ത്യപ്രവാചകൻ, അതിലിനി മാറ്റങ്ങളില്ല. പിന്നെ കാലോചിതമായിട്ടുള്ള സാമൂഹിക ഘടനകൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നമാണ് എന്നുള്ളത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്തരം അനുഭവങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഞാനിന്ന് ചോദിക്കുന്ന ചോദ്യം, നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടി, വി.ഡി. സതീശൻ ഇന്നലെയാണ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചത്. അൽഹംദുലില്ലാഹ്, നല്ലൊരു ഭരണം ഉണ്ടാവട്ടെ നമുക്ക് ആശംസിക്കാം. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഒരു പ്രത്യേകത ഉണ്ട് വി.ഡി. സതീശന്. വി.ഡി. സതീശൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ച ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ വി.ഡി. സതീശൻ. അതായത് ഇതുവരെയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ സ്വാതന്ത്ര്യം മുൻപ് ജനിച്ച ആളുകളാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. ആദ്യമാണ് ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഒരാൾ മുഖ്യമന്ത്രി ആവുന്നത്. അപ്പോൾ നമ്മുടെ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഇതാണ് ചോദ്യം. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ഞാനൊരു ക്ലൂ തരാം. 21ാമത്തെ മുഖ്യമന്ത്രി, 22ാമത്തെ മുഖ്യമന്ത്രി, 23, 25, 20 മുതൽ 25 വരെ ഞാൻ എണ്ണി. ഇതിൽ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ? വി.ഡി. സതീശന് പൊതുജനങ്ങളുടെ വലിയ പിന്തുണയുണ്ടെങ്കിലും MLA-മാരെ പിന്തുണ കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം എത്രത്തോളം MLA-മാരുടെ പിന്തുണയൊക്കെ KC വേണുഗോപാലാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരിക്കും മന്ത്രിമെന്ന് അറിയില്ല.
അതേപോലെ ഭരിക്കാൻ കഴിയട്ടെ, ആർജവുള്ളൊരു മനുഷ്യൻ നമ്മൾ ആശംസിക്കും. ഏതാൾ മുഖ്യമന്ത്രി ആയാലും നമ്മളൊക്കെ സന്തോഷം തന്നെയാണ്. അതിന് KC ആയാലും ചെന്നിത്തല ആയാലും VD ആയാലും. അപ്പോൾ VD സതീശൻ കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.